ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്നാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഞങ്ങളെ വീട്ടിൽ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ തന്നെ പൂവിടും കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ പൂവിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാനും ഐറോസും ഒരു 5 മണി ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഐറൂസിൻ്റെ ആദ്യത്തെ ഓണമാണ്, അതുകൊണ്ട് തന്നെ ഓണം സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവന് പൂവിട്ടതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഹസ്ബൻഡ്, ഏട്ടനും ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ പൂവിട്ടിട്ടുണ്ടായിരുന്നത്. ഡിസൈനൊക്കെ ഞങ്ങൾ തലേ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നന്ന ഭംഗിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം സമയം 6 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷെ അവനതൊന്നും അങ്ങനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവൻ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പൂവിട്ടതൊന്നും അവനങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഏച്ചി അമ്മയൊക്കെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഓണസദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് വാഷ് ചെയ്യാനും പിന്നെ അതുപോലെ ആരൂസിനെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇവന് നമ്മൾ ഓണക്കോടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ ആൾ കുറച്ച് നേരം ഉറങ്ങും കേട്ടോ. പക്ഷെ അന്ന് തിരുവോണമായിട്ടാണോ എന്താ അറിയില്ല, ഉറങ്ങിയതേ ഇല്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തത്. ഒരു കണ്ണ് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മറ്റേ കണ്ണ് എഴുതാൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആശിനെയും അവനെയും ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശി മഞ്ഞ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഐറൂസിന് നമ്മൾ ചോറൂണൊന്നും കഴിയാത്തതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടാളും യെല്ലോ നല്ല മാച്ചിങ് ആയിട്ട് ഇട്ടിട്ടുള്ള ഡ്രസ്സ്. അത് അവൻ്റെ വലിയച്ഛൻ അവന് വാങ്ങിക്കൊടുത്ത ഓണക്കോടിയാണ് കേട്ടോ. അപ്പോൾ അവന് അങ്ങനെ ജുബ്ബ ടൈപ്പ് ഡ്രസ്സുകളൊന്നുമില്ല. ഇട്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലെ സദ്യ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം എടുത്ത് പറയേണ്ടത് പായസമാണ്. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടം പായസമാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പാടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവനെ മാറ്റാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നതാണ്. ആൾ നല്ല കളിയിലായിരുന്നു കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും വിഷു, ഓണം അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിയുക. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഐറൂസിന് എന്താ അറിയില്ല, ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. അവൻ ഉറക്കമൊന്നും റെഡി ആവാഞ്ഞിട്ട് അവൻ ഫുള്ള് മൂഡൊന്നും റെഡി അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും, ഇതാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലി. ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല കേട്ടോ, ആൾ പുറത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പോൾ ഐറൂസിന് ഏകദേശം ഒന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളെ മൂഡൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്താണ് കേട്ടോ പൂക്കളത്തിൻ്റെ അടുത്തുനിന്ന്. ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു ദിവസം ഒന്ന് ഒരുമിച്ച് കൂടി കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഈ ഓണവിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.